ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Primer Coaching, Mikaso Environmental Solutions. മാന്യപ്രേക്ഷകർക്ക് ടോപ്പ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡിസയർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അർഷാദിനെയാണ്. അബ്ദുൾ അർഷാദിനെ നമുക്ക് ടോപ്പ് ടൈമിലേക്ക് വെൽക്കം ചെയ്യാം. MLM ഗ്രൂപ്പുകളൊക്കെ വലിയ വിവാദത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. സർ, MLM ഗ്രൂപ്പുകൾ ഇപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? 2008 ജനുവരി മുതലാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ജില്ലാ ആസ്ഥാനങ്ങളിലും പൊതുജന പങ്കാളിത്തത്തോടുകൂടി സ്വന്തം സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുക എന്നതായിരുന്നു കമ്പനിയുടെ പ്രഥമ ലക്ഷ്യം. ഇതനുസരിച്ച് 53 സ്ഥലങ്ങൾ ഞങ്ങൾ വാങ്ങുകയും 15ഓളം സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു 2011 ജൂൺ മാസം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന വ്യാജേന ചില മണി ചെയിൻ കമ്പനികൾ തട്ടിപ്പ് നടത്തിയപ്പോൾ അതിനെതിരെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കുകയും ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളും പെട്ടുപോവുകയാണ് ഉണ്ടായത്. അതാണ് യാഥാർത്ഥ്യം. വയനാട്ടിൽ നിന്നാണ് ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വയനാട്ടിൽ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ 2 പ്രവർത്തകർ കുറച്ച് വ്യക്തികളിൽ നിന്നും 4,85,000 രൂപ കളക്ട് ചെയ്യുകയും അത് അടയ്ക്കാതെ വരികയും ചെയ്തപ്പോൾ അവർക്കെതിരെ നിയമ നടപടികൾക്ക് മുതിർന്നു. ആ സമയം സുൽത്താൻ ബത്തേരി ഷോപ്പ് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് നടന്ന ആലോചന മീറ്റിംഗിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും അവിടെ ലോക്കൽ ചാനലുകളിൽ അവർ റിപ്പോർട്ട് കൊടുത്തത് ഇവിടെ കമ്പനി 5 സ്ഥലങ്ങൾ വാങ്ങിയെന്നാണ് പറയുന്നത്. ഈ 5 സ്ഥലങ്ങളും ബിനാമി പേരിലാണ്. കമ്പനി ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കമ്പനിയുടെ പേരും പറഞ്ഞ് പണം മേടിച്ചിട്ട് ഇവരുടെ പേരിലൊക്കെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ഇവിടെ വാങ്ങിയിരിക്കുന്ന 5 സ്ഥലങ്ങളും ബിനാമി പേരിലാണ്, അതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ലോക്കൽ ചാനലുകളെയൊക്കെ ധരിപ്പിച്ച് ആധാരത്തിന്റെ ഫ്രണ്ട് പേജ് മാത്രം, ആ ഫോട്ടോ ഉള്ള ഭാഗം മാത്രം കാണിച്ചു കൊടുത്ത് അതൊക്കെ കാണിക്കുകയാണ് ചെയ്തത്. അപ്പൊ നോർമലി ഇത്രയധികം ഷെയർ ഹോൾഡേഴ്സ് ഒരാശയം കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, കമ്പനിയിലേക്ക് ഷെയർ എടുക്കുന്നു, അല്ലെങ്കിൽ അതേ രീതിയിൽ അവർ സഹകരിക്കുന്നു. അപ്പൊ ഇതേപോലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അവർ ഭയക്കും എന്നുള്ള സ്വാഭാവികം മാത്രമാണ്. അതിനനുസരിച്ച് മാത്രം വളരെ കുറച്ചു വ്യക്തികൾ ആ സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിൽ അവര് പരാതി കൊടുത്തു എന്നുള്ള സത്യമാണ്. സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, കാരണം ഇതിനൊക്കെ ശേഷം വയനാട്ടിലെ MMEF എന്നൊരു സംഘടന സംഘടിപ്പിച്ച ഒരു മീറ്റിംഗിൽ, കാരണം എന്നോട് പറയുകയുണ്ടായി, അതിൽ അവരുടെ പ്രവർത്തകരെ, അവരുടെ മെമ്പേഴ്സിന് നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, അതുകൊണ്ട് നിങ്ങൾ വയനാട് വരണം, വയനാട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്താണ് കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വയനാട് ചെന്നിട്ടുണ്ടായിരുന്നു. വയനാട് ചെന്ന് ആ മീറ്റിംഗിൽ സംസാരിച്ച സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. ഏകദേശം 600ഓളം 700ഓളം മെമ്പേഴ്സ് ഇരിക്കുന്ന മീറ്റിംഗ് ആണ്. ലാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് 101% സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 1% പോലും അസത്യമായിട്ടില്ല. ഇതിന്റെ ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, കമ്പനി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, മുന്നോട്ട് കമ്പനി പോകുമ്പോൾ ഇതിൽ എത്ര പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ചോദിച്ച സമയത്ത് മോർ ദാൻ 99.9% മെമ്പേഴ്സ് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവര്, കാരണം അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് വീക്ക് തന്നെ IMW കോട്ടക്കൽ സംഘടിപ്പിച്ച മീറ്റിംഗിലും ഞാൻ ഇതേപോലെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, സംസാരിച്ചു. അതിൽ ഏകദേശം ഈ പറയുന്ന 600ഓളം വ്യക്തികളുണ്ടായിരുന്നു. അവിടെയും സെയിം അനുഭവം തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അന്നും പറയുന്ന ഒരു കാര്യം, സത്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയതെങ്കിൽ, സത്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പവർഫുൾ ആയിട്ട് ഞങ്ങളുടെ കമ്പനി തിരിച്ചു വരുമെന്ന്, അല്ലെങ്കിൽ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസയർ ഗ്രൂപ്പിന് ഇപ്പൊ പ്രവർത്തിക്കാനുള്ള ഓർഡർ ആയിട്ടുണ്ടോ? പ്രവർത്തനാനുമതി കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രവർത്തനാനുമതി കമ്പനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ പ്രവർത്തിക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. കമ്പനിയെ സംബന്ധിച്ച് വളരെ നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷനനുസരിച്ചുള്ള പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത്. ISO 9001/2008 സർട്ടിഫൈഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്. ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലേക്ക് വിവിധ നികുതി ഇനങ്ങളിലായി 7.5 കോടി രൂപയിലധികം ഞങ്ങൾ നൽകിയിട്ടുള്ളതുമാണ്.
വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഡിസൈർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഗവൺമെന്റ് പ്രവർത്തനാനുമതി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞങ്ങൾക്ക് 2012 ഏപ്രിൽ മാസം 4 തീയതി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിധി പറയുകയും ചെയ്തു. 6 മാസത്തിനകം ഗവൺമെന്റിനോട് തന്നെ ഇതിനൊരു തീരുമാനം എടുക്കാനായിട്ട് ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ പ്രവർത്തനത്തിലേക്ക് വരണമെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഡിഫ്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് ഉടൻ തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. പ്രണയം സിൽക്സ് ആൻഡ് സാരീസ്, വിവാഹ വസ്ത്രങ്ങൾക്ക് വിപുലമായ സെലക്ഷൻ, ആകർഷകമായ വിലക്കുറവ്, ജീൻ, ഷർട്ട്, ചുരിദാർ മെറ്റീരിയൽ എന്നിവയ്ക്ക് ഒന്നിനൊന്ന് ഫ്രീ. പ്രണയം സിൽക്സ് ആൻഡ് സാരീസ്, ഭീമാ ടവർ, മുല്ലയ്ക്കൽ, ആലപ്പുഴ. അറേബ്യൻ വിഭവങ്ങളുമായി കൊച്ചിൻ മജ്ലിസ് റെസ്റ്റോറന്റ്, ബൈപ്പാസ്, ഇടപ്പള്ളി, നിയർ ഒബ്രോമൾ, കൊച്ചിൻ. നിങ്ങളുടെ ബാത്റൂം കൂടുതൽ മനോഹരമാക്കുവാനും കംഫർട്ട് റൂം, വെറ്റ് ഏരിയ, വേർതിരിച്ചുള്ള ഗ്ലാസ് പാർട്ടീഷൻ വർക്കുകൾ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനം ന്യൂ കാസൽ ഇന്റീരിയേഴ്സ്. ഷവർ ക്യൂബിക്കുകൾ, ഷവർ പാർട്ടീഷൻ, കൈലൈൻ, പെർഗോണ എന്നീ വർക്കുകൾ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ചെയ്തോളൂ. കോൺടാക്ട് 9847482001 9388720596. സർ, ഈ ബിസർ ഗ്രൂപ്പിനോടൊപ്പം തുടർന്നു പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തികളോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? ഞങ്ങൾക്കെതിരെ ആ പ്രശ്നങ്ങൾ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഇപ്പോ എല്ലാവർക്കും വിശ്വാസമാണ്, പക്ഷെ ചിലരെ സംബന്ധിച്ച് ചെറിയ ആഗ്രഹങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ കമ്പനിക്കൊപ്പം മുമ്പോട്ട് പോകുവാൻ ആർക്കെങ്കിലും ആഗ്രഹമില്ല എങ്കിൽ അവരുടെ പണം തിരികെ കൊടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. എന്നും എവിടെയും ഏത് സഭയിലും പറയുന്ന ഒരു കാര്യമാണ്. സർ, ഈ ബിസൈർ ഗ്രൂപ്പിനെതിരെ പ്രധാനമായിട്ടും ഉയർന്നു വന്ന ആക്ഷേപം സൂപ്പർ മാർക്കറ്റിന് വേണ്ടി നിങ്ങൾ വാങ്ങിയ സ്ഥലങ്ങളെല്ലാം ബിനാമി പേരുകളിലായിരുന്നു എന്നാണല്ലോ. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞങ്ങളുടെ ഒരു സ്ഥലങ്ങൾ പോലും ബിനാമി പേരുകളിലല്ല. എല്ലാ അസറ്റുകളും കമ്പനിയുടെ പേരിൽ മാത്രമാണുള്ളത്. കമ്പനിയുടെ പേരിലാണ് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുള്ളത്. 50-ലധികം സ്ഥലങ്ങൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാങ്ങിയിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ബിസൈർ ബിസിനസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പേരിലാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾക്കെതിരെ വന്ന പ്രധാന ആരോപണവും ആദ്യത്തെ ആരോപണവും ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ ബിനാമി പേരിലാണ്, ഞങ്ങളുടെ അസറ്റുകൾ ബിനാമി പേരിൽ സ്ഥലങ്ങൾ വാങ്ങിയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ആധാരത്തിലെ ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ ഏത് കമ്പനിയുടെ പേരിലോ ഏത് സ്ഥാപനത്തിന്റെ പേരിലോ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു അസറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഓൺ ബിഹാഫ് ഓഫ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒരു വ്യക്തി സൈനിങ് അതോറിറ്റി ആയിട്ട് വരണം. ആ വ്യക്തിയുടെ ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ ആ ആധാരം കറക്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളുടെയും ഡീറ്റെയിൽസ് ഞങ്ങൾ വെബ്സൈറ്റിൽ വിട്ടിട്ടുണ്ട്. അതിനായിട്ട് bizgroup.org എന്ന് പറയുന്ന വെബ്സൈറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈറ്റിൽ ഓരോ സ്ഥലങ്ങളുടെയും ആധാരത്തിന്റെ കോപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എറണാകുളത്ത് കലൂര് ദേശാഭിമാനി റോഡിൽ സ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്ന ബിസൈർ ബിസിനസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് വേണ്ടി ആ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ, പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇന്നതാണെന്നും ഞങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് കൊടുക്കുകയും ഇപ്പോഴത്തെ ഡയറക്ടർ, ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇപ്പോഴത്തെ മാനേജർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ, ഇപ്പോഴത്തെ ചെയർമാൻ എന്നൊക്കെ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു ഭൂമി പോലും, ഒരു രൂപയുടെ അസറ്റ് പോലും ബിനാമി പേരുകളിലല്ല. അതുപോലെ 1 രൂപ പോലും തട്ടിപ്പ് നടത്തിയിട്ടില്ല. 1 രൂപ ആരെയും പറ്റിച്ചിട്ടുമില്ല. കാരണം അങ്ങനെ ഒരു ഉദ്ദേശം പോലും ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സബ്ജക്ട് നടക്കുന്ന സമയം ഞങ്ങളുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. ഞങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സബ്ജക്ട് നടന്ന് സമയത്തൊന്നും 1 രൂപ പോലും
ഞങ്ങൾ വിഡ്രോ ചെയ്തിട്ടുമില്ല. ഇനി ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ കമ്പനികളുടെയൊക്കെ അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ പോലും തികച്ചു കാണിയല്ല. ആ സ്ഥാനത്ത് കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇന്ന് ദൈവാനുഗ്രഹിച്ച് കമ്പനിയെ സംബന്ധിച്ച് എന്താണോ ആക്ച്വൽ ലയബിലിറ്റി ഉള്ളത് അതിനേക്കാൾ കൂടുതൽ അസറ്റ് ഇന്ന് കമ്പനിക്കുണ്ട്. ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനും അതറിയാം. നിർഭാഗ്യവശാൽ കമ്പനിക്കെതിരെ ഒരു ന്യൂസ് വന്ന സമയത്ത് വളരെ ചുരുക്കം, അതായത് 68,000 ഷെയർ ഹോൾഡേഴ്സിൽ, ഓഹരി ഉടമകളിൽ വെറും 150ഓളം വ്യക്തികൾ തെറ്റിദ്ധരിച്ചതിനാൽ അവർ പരാതി കൊടുത്തെങ്കിൽ അതിൽ തന്നെ മോർ ദാൻ 90% മെമ്പേഴ്സ് ഞാനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല എങ്കിൽ പോലും ഞങ്ങളുടെ പല വ്യക്തികളോടും അവർ സംസാരിച്ചു കഴിഞ്ഞു. വാർത്തകൾ തെറ്റിദ്ധരിച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് കമ്പനിക്കെതിരെ പരാതിയില്ല, കമ്പനിക്കൊപ്പം മുന്നോട്ട് പോകുവാൻ തയ്യാറാണെന്ന് വരെയും അവർ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 2 മാസം മുമ്പ് അമ്പലപ്പുഴയിലെ കുറച്ച് പ്രവർത്തകർ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും അതിനുശേഷം കുറെ മെമ്പേഴ്സ്, അവിടുത്തെ കുറെ ആൾക്കാർ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ആശങ്കാകുലരാണ്, ഞാനൊന്ന് ചെല്ലണം, അവരുമായിട്ടൊന്നൊരു 10 മിനിറ്റെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയുണ്ടായി. ചെന്നതിന് ശേഷം അവരുമായിട്ട് സംസാരിച്ചു. അന്ന് അതിലേക്ക് 15ഓളം വ്യക്തികൾ വന്നില്ല. ആ 15 പേരെ ഞാനൊന്ന് ഫോണിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ നമ്പർ ഞാൻ മേടിച്ചു. ആ തന്നിട്ടുള്ള 15 വ്യക്തികളെയും ഞാൻ ഫോണിൽ സംസാരിച്ച സമയത്ത് അതിലൊരു വീട്ടമ്മ, അവര് ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തുന്ന ഒരു വീട്ടമ്മയാണ്. അവര് സംസാരിച്ച സമയത്ത് എനിക്ക് ഈ കമ്പനിയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്റെ ഉള്ളിലുള്ള ഊർജം എത്രമാത്രമാണോ അതിന്റെ ഇരട്ടി ഊർജം പകരുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. ആശങ്കാകുലരായിരുന്ന ആ വീട്ടമ്മയോട് സംസാരിച്ച സമയത്ത് അപ്പോഴും ആ വീട്ടമ്മ എന്നോട് ചോദിച്ചത്, ഈ അമ്പലപ്പുഴയിലെ സ്ഥലമൊക്കെ ബിനാമി പേരിലാണെന്ന് പറയുന്നു സാറേ, ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല മാഡം, അമ്പലപ്പുഴ അമ്പലത്തിന്റെ കിഴക്ക് വശത്ത് ഞങ്ങൾക്ക് 15 സെന്റ് അടുത്ത സ്ഥലമാണുള്ളത്. ജസ്റ്റ് മാഡം ഒന്ന് അന്വേഷിക്കുക. ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നത് കമ്പനിയുടെ പേരിൽ തന്നെയാണ്. അതിന് വേറെ ഒന്നും വേണ്ട, വിവരാവകാശ നിയമപ്രകാരവും ചോദിക്കാം. അതിനൊക്കെ ഒരുപാട് സാധ്യതകൾ ഇന്നിവിടെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം എന്നോട് ആ മാഡം പറഞ്ഞത്, സാർ, ഞങ്ങൾ കമ്പനിക്കൊപ്പം തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ സംബന്ധിച്ച് പോകുന്ന വഴി കാലൊടിഞ്ഞ് വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാരും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താറില്ലല്ലോ. ആ ഒരു ഇതോടുകൂടി തന്നെ ഞങ്ങൾ കമ്പനിയെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, ഞങ്ങൾ കമ്പനിക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി എത്രമാത്രം ഊർജ്ജമാണോ ഈ കമ്പനിയെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, ആ ഒരൊറ്റ സംസാരം കേട്ട ആ സമയത്ത് തന്നെ എന്റെ ആ ഉള്ളിലുള്ള ഊർജ്ജം ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഒരു കുഞ്ഞ് ഇനിയും ഒരു സ്വപ്നമാണ്. സൈമറിൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. സൈമർ കൊച്ചി. ഫോൺ 048441344444. ഇമെയിൽ simarcochin@gmail.com. ഹോട്ട്സ്പോട്ട് അറേബ്യൻ നൈറ്റിന്റെ അറപ്പുരയ്ക്കുള്ളിലെ വിരുന്നുശാല. അറേബ്യൻ നൈറ്റ്, ദ ഹോട്ട്സ്പോട്ട് റെസ്റ്റോറന്റ്, കത്രിക്കടവ്, കലൂർക്കടവന്ത്ര റോഡ്, കൊച്ചി. പ്രണയം സിൽക്സ് ആൻഡ് സാരീസ്, വിവാഹാസ്ത്രങ്ങൾക്ക് വിപുലമായ സെലക്ഷൻ, ആകർഷകമായ വിലക്കുറവ്, ജീൻ, ഷർട്ട്, ചുരിദാർ മെറ്റീരിയൽ എന്നിവയ്ക്ക് ഒന്നിനൊന്ന് ഫ്രീ. പ്രണയം സിൽക്സ് ആൻഡ് സാരീസ്, ഭീമാ ടവർ, മുല്ലയ്ക്കൽ, ആലപ്പുഴ. നിങ്ങളുടെ ബാത്റൂം കൂടുതൽ മനോഹരമാക്കുവാനും കംഫർട്ട് റൂം, വെറ്റ് ഏരിയ, വേർതിരിച്ചുള്ള ഗ്ലാസ് പാർട്ടീഷൻ വർക്കുകൾ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനം ന്യൂ കാസൽ ഇന്റീരിയേഴ്സ്. ഷവർ ക്യൂബിക്കുകൾ, ഷവർ പാർട്ടീഷൻ, കൈലൻ, പെർഗോള എന്നീ വർക്കുകൾ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ചെയ്തോളൂ. കോൺടാക്ട് 9847482001 9388720595. ആൻസി ഗോൾഡ് ഫാം, സദേൺ റീജിയണൽ റിസർച്ച് സെന്റർ, അപ്രോ, മൽബാറി, ജന്നപ്പാരി, സിരോഹി, ബോവർ, സനൽ എന്നീ ഇനങ്ങളിലുള്ള ആടുകളും കൂടാതെ മുട്ടക്കോഴി, താറാവ്, ക്ഷാണത്താറാവ്, ഫാൻസി കോഴി, യമു, ടർക്കി, സിൽക്കി, ഗിന്നി തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ്. ഒരു ISO 9001:2008 സർട്ടിഫൈഡ് ആഡ് ഫാം. മൊബൈൽ 9388987971. ബിസയറിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു, അതൊന്ന് വിശദീകരിക്കാമോ? കമ്പനിയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സെയിൽ പ്രൊമോഷൻ നടത്തുന്നവർക്ക് ഓഹരി എടുക്കാനുള്ള ഒരു അവകാശം ഞങ്ങൾ കൊടുത്തിരുന്നു. കൂടുതലും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ ഓഹരി
എടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഷെയർ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതിലും ഒരു അപ്പർ ക്ലാസ്സിൽ വരുന്ന ഒരു വിഭാഗം മാത്രമാണ് പല കമ്പനികളിലെയും ഷെയർ എടുത്തിട്ടുള്ളത്. പണ്ട് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കപ്പം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരാൾ ചെയ്യുന്നതിന്റെ അധ്വാനത്തിന്റെ ഒരു വിഹിതം വേറെ ഒരു തട്ടിൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം, കപ്പം കൊടുക്കുക. അതിപ്പോഴും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇവിടെ നിലവിലുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെയർ മാർക്കറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് ഇവിടെ കാണുന്ന ഈ കമ്പനികളുടെയൊക്കെ മേജർ ഏത് കമ്പനി എടുത്താലും അതിന്റെ 99.9% ഷെയറുകളും ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടുത്തെ സാധാരണക്കാർ എന്ത് വാങ്ങിയാലും, ഒരു സോപ്പ് വാങ്ങിയാലോ മൊബൈൽ കമ്പനികളുടെ ഒരു പ്രീപെയ്ഡ് കൂപ്പൺ വാങ്ങിയാൽ പോലും അതിന്റെ ഒരു വിഹിതം ഇപ്പോഴും ഒരു കപ്പം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ നിലവിലുണ്ട്. ഞങ്ങളും സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ നിത്യോപയോഗ സാധനങ്ങൾ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലൂടെ കൊടുക്കുകയും, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്ത എല്ലാ ഷോപ്പുകളും ഏത് കമ്പനി ഏത് പ്രൊജക്ട് കൊണ്ടുവന്നാലും ബ്രേക്ക് ഈവൺ എന്ന് പറയുന്നത് തന്നെ 3 വർഷമാണ്. ഒരു കമ്പനി ഇന്ന് വേൾഡിൽ എവിടെ സ്റ്റാർട്ട് ചെയ്താലും അതൊന്ന് സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു 2.5-3 വർഷം എടുക്കുന്ന സാഹചര്യത്തിൽ ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് ഞങ്ങളുടെ ഷോപ്പുകളെല്ലാം പ്രോഫിറ്റിലായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചതിന് ശേഷമാണ് കസ്റ്റമർ അതിലേക്ക് വരുന്നതെങ്കിൽ, ബട്ട് ബിസ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഷോപ്പുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയൊരു വിജയവും ഈ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് സക്സസ് ആകാൻ സാധിച്ചതിന്റെ റീസൺ അതാണ്. ബിസേറിന്റെ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സും? അതെ, ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സും വരും. കാരണം ഞങ്ങൾ കോമ്പറ്റീറ്റീവ് റേറ്റിലാണ് കൊടുത്തിരുന്നത്. 2012 ഡിസംബർ 31 മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് മിനിമം ഒരു 50 ഷോപ്പ് എന്നുള്ള രീതിയിലായിരുന്നു. കാരണം 50 ഷോപ്പുകൾ ഒരേ ബാനറിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്കുള്ള പർച്ചേസിംഗ് മാത്രം മതി, അതിന്റെ ലാഭം മതി ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടാനും. അതുപോലെ തന്നെ 1 വർഷവും 2 മാസവും ആയ സമയത്ത് പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് ആശങ്കപ്പെടേണ്ട ഒരു സബ്ജക്റ്റുമില്ല. കാരണം അവരുടെ അസറ്റുകൾക്ക് 1% പോലും നഷ്ടം സംഭവിച്ചിട്ടുമില്ല. അതിന്റെ കാരണം സ്വന്തം സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുക എന്ന ആശയം ആയതുകൊണ്ട് തന്നെ ഈ വാങ്ങിയിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ 50-ലധികം കൊമേഴ്സ്യൽ പ്ലോട്ടുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ അപ്രീസിയേഷൻ നോക്കിയാൽ തന്നെ ഇന്ന് ഷെയർ ഹോൾഡേഴ്സിന് 1 വർഷമായിട്ട് ഒരു പ്രവർത്തനം നടന്നിട്ടെങ്കിൽ പോലും ഓരോ ഷെയർ ഹോൾഡേഴ്സിനും സന്തോഷിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ആസ്തി വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടി സ്വന്തമായി സ്ഥലം വാങ്ങിച്ചതല്ലേ ബിസേറിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്? അതെ, ഇപ്പോ ഈ 50-ലധികം സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 10 ഏക്കർ അടുത്ത് വരും, 9 ഏക്കർ ഓളം വരും. ഈ വരുന്ന ലാൻഡുകൾ ഒരു ഏരിയയിലല്ല വാങ്ങിയിരിക്കുന്നത്, കേരളത്തിലെയും കർണാടകയിലെയും ദെൻ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ ഒരു പ്രോപ്പർട്ടി അടക്കം ഇതെല്ലാം ടൗണുകളിലാണ് വാങ്ങിയിരിക്കുന്നത്. ബാംഗ്ലൂർ ആണെങ്കിലും മാംഗ്ലൂർ മംഗളാദേവി ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആണ്. ദെൻ മൈസൂർ ഗൺ ഹൗസിനടുത്ത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഭയങ്കരമായിട്ട് അപ്രീസിയേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബിസേറിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? തുടങ്ങിവെച്ച കാര്യങ്ങൾ മുഴുവൻ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ഷോപ്പുകൾ കണ്ടിന്യൂ ചെയ്യുകയും അതേപോലെ തന്നെ ഹോൾസെയിൽ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഞങ്ങളുടെ ഓൺ ബ്രാൻഡ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഓൺ ബ്രാൻഡിന് വേണ്ടിയിട്ട് 45 ക്ലാസിഫിക്കേഷനിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അടക്കം എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം വളരെ സ്പീഡിൽ തന്നെ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുള്ള കാര്യങ്ങൾ ഗ്രൗണ്ട് വർക്കുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. പ്രണയം സിൽക്സ് ആൻഡ് സാരീസ്, വിവാഹ വസ്ത്രങ്ങൾക്ക് വിപുലമായ സെലക്ഷൻ, ആകർഷകമായ വിലക്കുറവ്, ജീൻ, ഷർട്ട്, ചുരിദാർ മെറ്റീരിയൽ എന്നിവയ്ക്ക് 1 ഫ്രീ. പ്രണയം സിൽക്സ് ആൻഡ് സാരീസ്, ഭീമാ ടവർ, മുല്ലയ്ക്കൽ, ആലപ്പുഴ. പ്രൈം റൂഫിംഗ് സാൻഡ്വിച്ച് പാനൽ. ഇത് സാൻഡ്വിച്ച് പാനലല്ലേ? എവിടെ നിന്ന് ലഭിച്ചു? കേരളത്തിൽ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന പ്രൈം റൂഫിംഗ് സാൻഡ്വിച്ച് പാനലാണിത്. ചൂട് കുറയ്ക്കുന്നതിന് വളരെ പ്രയോജനകരം. എനിക്കറിയാം, കഴിഞ്ഞ 40 വർഷമായി ഗൾഫ് നാടുകളിൽ ഇത് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. ഹൗ മച്ച് ഈസ് കോസ്റ്റ്? സ്ക്വയർ ഫീറ്റിന് 48 രൂപ മുതൽ കിട്ടും. എന്നാൽ ഈ പുതിയ ഫാക്ടറിക്കും പ്രൈം റൂഫിംഗ് സാൻഡ്വിച്ച് പാനൽ തന്നെ മതി.
ഞാൻ ഇന്ന് പ്രൈം സാൻഡ്വിച്ച് പാനലിന്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. ഇത് ഫാക്ടറിയുടെ ചൂട് കുറയ്ക്കുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തു. Panels are easy, quick and safe to install with low dead weight. Green construction with better working environment which increase productivity. Prime Roofing Sandwich Panel. ബിസേർ ഗ്രൂപ്പിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുക, അതിന് നല്ലൊരു മൂല്യത്തിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കൂടെ അടിയുറച്ച് വിശ്വസിച്ച ഞങ്ങളുടെ മുഴുവൻ മെമ്പേഴ്സിനും അവർ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ ഞങ്ങൾ എടുത്ത ഡിസിഷൻ റൈറ്റ് ആയിരുന്നു എന്ന് 1000 തവണ പറയുന്ന രീതിയിലേക്ക് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. ബിസേറിന്റെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് തുടർന്ന് പ്രവർത്തിക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. സാർ വളരെ കോൺഫിഡന്റ് ആയി കാണപ്പെടുന്നു. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആത്മവിശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ നിന്ന് ഒരു കണിക പോലും മാറി ചെയ്യാത്തത് കൊണ്ടാണ് ആത്മവിശ്വാസം. അതുകൊണ്ട് മാത്രമാണ് സാധാരണ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് പലരും ഒളിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നത് മുഴുവൻ വളരെ സുതാര്യമായതുകൊണ്ടും ഞങ്ങൾക്ക് ഓരോ നിമിഷവും അതിന്റെ കോൺഫിഡൻസ് കൂടി വരികയാണ്. അതുകൊണ്ട് മാത്രമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ നടത്തുന്ന കഴിഞ്ഞതിന് ശേഷം ഞാൻ സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് കൊടുത്തപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും തുടർന്ന് വർക്ക് ചെയ്യാനുള്ള അനുമതി കിട്ടിയതും ആ ഒരു കാരണത്താലാണ്. പലരുമായിട്ടും സംസാരിച്ച സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഈ ഉണ്ടായ സബ്ജക്റ്റ് ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഒരു വ്യത്യസ്ത അനുഭവം. ഇതൊന്നും ഒരുപക്ഷെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല ഈ അനുഭവമൊന്നും. പക്ഷെ ഞാനതിനെ ആ ഒരു രീതിയിൽ മാത്രമേ കാണുള്ളൂ. എനിക്ക് അതിൽ ഒരു സങ്കടവും ഇല്ല, ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമുള്ളതും ഒരു കാര്യത്തിലേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അവരൊരുപാട് വേദന ഈ ഒരു വർഷം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം സത്യാവസ്ഥ ശരിക്കും മനസ്സിലാക്കാതെ കുറെ വ്യക്തികൾ അവരോട് അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ച് അവർ ഒരുപാട്, അതിൽ റിട്ടയർഡ് അധ്യാപകരുണ്ട്, അങ്ങനെ പല പ്രൊഫഷണലുള്ള ആൾക്കാരുണ്ട്, യുവാക്കളുണ്ട്, വീട്ടമ്മമാര് വന്നിട്ടുണ്ട്, യുവതികളുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു വർഷം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടിൽ എനിക്ക് അതിയായ സങ്കടവുമുണ്ട്. അതിൽ ആ സമയത്തും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് കമ്പനി ചെയ്തത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തെ അടിയുറച്ച് വിശ്വസിച്ച് നിന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയുമാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെതിരെ ഗവൺമെന്റ് സ്വീകരിച്ച ഈ നടപടി ബിസേർ ഗ്രൂപ്പിന് സംബന്ധിച്ച് നല്ലതായിരുന്നോ? തീർച്ചയായിട്ടും. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ MLM എന്നുള്ള വ്യാജന ഒരുപാട് തട്ടിപ്പ് കമ്പനികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലെ കള്ള നാണയങ്ങളെ തിരിച്ചറിയുവാനും നല്ല കമ്പനികൾക്ക് ഇവിടെ നല്ലൊരു സാഹചര്യത്തിൽ ഇനി മുമ്പോട്ട് പോകുവാനും ഇത് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നന്മ, MMEU, MMEF, IMW പോലുള്ള സംഘടനകൾ രൂപം കൊള്ളുകയും അതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള ഓരോ കമ്പനിയെക്കുറിച്ചും വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യുകയും പ്രവർത്തകർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ജോബ് സെക്യൂരിറ്റി കൊണ്ടുവരികയും അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോ ബിസേർ ഗ്രൂപ്പിന്റെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇനി പ്രത്യാശയുടെ നാളുകളാണെന്നാണ് സാർ പറഞ്ഞു വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഹിഡൻ അജണ്ടയുമില്ല. അത് ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് അറിയാം. ഇപ്പോ ഞാൻ ഇവിടെ ഈ സമയത്ത് ഇരുന്ന് സംസാരിക്കുന്നു, അതുപോലെ തന്നെ എന്റെ ഷെയർ ഹോൾഡേഴ്സ് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്തും അവര് പലരും എന്നെ കാണാനായിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു മാറി പോവാറില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ ഒളിച്ചു പോകേണ്ട കാര്യമുള്ളൂ. ഞാൻ എല്ലായിടത്തും ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോഴും കോഴിക്കോട് ചെന്നാലും അല്ലെങ്കിൽ എറണാകുളത്തായാലും എന്നെ വിളിക്കുന്ന സമയത്ത് എന്റെ സമയത്തിന്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ മാക്സിമം മെമ്പേഴ്സിനെ ഞാൻ കാണാറുമുണ്ട്. ചോദിക്കുന്നവരോട് ഒന്നേന്ന് സംസാരിക്കാനും എനിക്കൊരു മടിയില്ല. കാരണം നല്ലൊരു ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ കമ്പനിയാണ്. ഞങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എന്തായാലും എത്തിച്ചേരും. ദൈവാനുഗ്രഹിച്ച് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തത് സത്യവും നല്ല ഉദ്ദേശത്തോടു കൂടിയുമാണെങ്കിൽ ഞങ്ങൾ അതിലേക്ക്, അത് പ്രപഞ്ച സത്യം, ഞങ്ങൾ അതിലേക്ക് എത്തും. തുടങ്ങിയതിലേറെ മൂലധനവും
അതിലേറെ ആസ്തിയുമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിസേർ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം ഈ പ്രസ്ഥാനം വളർന്ന് വലിയൊരു കമ്പനിയായി മാറട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. പ്രതിസന്ധി ഘട്ടങ്ങളിലും കമ്പനിക്കൊപ്പം നിന്ന ബിസേർ കുടുംബാംഗങ്ങൾക്ക് എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തുടർന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമവ്യവസ്ഥകൾക്ക് പൂർണ്ണ വിധേയമായി സത്യസന്ധവും സുതാര്യവുമായ പ്രവർത്തനം നടത്തുമെന്ന് ഞാൻ എന്റെ ബിസേർ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫൈമർ കൊച്ചിൻ, മിക്കാസോ എൻവയറമെന്റൽ സൊല്യൂഷൻസ്.